ഹലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉള്ളി വഴറ്റൽ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു സൺഡേ കാരണം എല്ലാവരും വൈകിട്ടാണ് എണീറ്റുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റു. എനിക്ക് പിന്നെ ഇവിടെ വന്ന് എന്നും സൺഡേ ആണല്ലോ. അപ്പോൾ സൺഡേക്കാരൊക്കെ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് വിചാരിച്ച് ഞാൻ നേരത്തെ എണീറ്റിട്ട് നമ്മളുടെ ഡബിൾ ഹോൾസിൻ്റെ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, വെള്ളപ്പത്തിൻ്റെ മിക്സാണ് അമ്മ വാങ്ങിക്കൊടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു മണിക്കൂർ കലക്കി വെച്ചാൽ മതി. അപ്പോൾ തന്നെ സംഭവം സെറ്റായിട്ട് അടിപൊളി വെള്ളപ്പം ഉണ്ടാക്കാൻ പറ്റും. വെള്ളപ്പം പാലപ്പം എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ ഞാനത് നേരത്തെ എണീറ്റിട്ട് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ കെടുക്കാനൊന്നും പോയില്ല. പിന്നെ പല്ലേക്കലും കുളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഓരോരുത്തർ എണീറ്റ് വന്നപ്പോൾ ഞാൻ വെള്ളപ്പവും മുട്ടക്കറിയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പാക്കറ്റ് 2 വട്ടമൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറിന് നമുക്കിത് ബീട്രൂട്ട് ഉപ്പേരി, മുരിങ്ങൻ്റെ ഇലക്കറി, പിന്നെ ചെമ്മീൻ റോസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങളിന്നൊന്ന് പുറത്തേക്ക് കൊണ്ടിട്ടോ, ഞാനും പിന്നെ എൻ്റെ ഒരു ചേച്ചിയും കൂടെ പിള്ളേരും കൂടിയിട്ടാണ് പോണത്. വേറെ എവിടേക്കല്ല, നമ്മൾ കർമ്മയ്ക്കാണ്. പ്രാവശ്യം വന്നിട്ട് തീരെ ഒന്നും പുറത്തേക്ക് അങ്ങനെ ഒന്നും പോയില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അങ്ങനെ നമ്മളുടെ കുഞ്ഞാറ്റയുടെ കേക്ക് മുറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കടൽ കാണാൻ പോയി. കേക്ക് മുറിക്കാൻ വേണ്ടി കടലിൻ്റെ അവിടേക്ക് പോയി. ഇപ്രാവശ്യം വന്നപ്പം ഇത് കർമ്മയ്ക്ക് കുറേ വന്നിട്ട്, അപ്പോൾ അവിടേക്ക് ഒന്ന് വന്നു. അപ്പോൾ ഇവിടെ എന്താണ് ഈ വെള്ളമൊക്കെ ഇങ്ങനെ മഴ പെയ്ത കാരണേ ആ ഒരു സംഭവത്തിൻ്റെ അടിയിലൊക്കെ വെള്ളം നിൽക്കുന്ന കാരണം കുട്ടികൾക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നിങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്, കുറച്ച് സ്റ്റെപ്പുകൾ. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. പക്ഷേ ഇവരായിട്ടൊന്നും അധികം നേരം ഇരിക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ മുന്നിൽ പുഴയെ കാരണമായിട്ട് അത്ര പേടി. അവർക്ക് കാല് കഴുകണം കൈ കഴുകണം പറഞ്ഞിട്ട് കുറേ നേരമായി. പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് പോകുമ്പോൾ ഫുഡൊക്കെ അടിക്കുക, കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് മെല്ലെ അങ്ങോട്ട് നീങ്ങാൻ പറഞ്ഞു. പിന്നെ മഴയുടെ ഒരു ഇതുപോലെ തോന്നി. അപ്പോൾ പിന്നെ ഞങ്ങൾ അധികം നേരം ഇരുന്നില്ല, വേഗം തന്നെ എടുത്ത് കണ്ടൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങളതെല്ലാവരും ഇരുന്ന് ഞങ്ങളിത് പിള്ളേരാട്ടോ കൂടുതൽ, ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ വലിയ ആൾക്കാരായിട്ട്. അപ്പോൾ ഞങ്ങൾ ഓരോ ഫുഡും ഒന്നിങ്ങനെ എന്താ സംഭവം നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ നോക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത് കുത്തിപ്പൊരി പറഞ്ഞ സംഭവം, ഗ്രീൻ പീസും കോഴിമുട്ടൊക്കെ ഇട്ടിട്ട്, പിന്നെ ഒരു കിഴിപ്പൊറോട്ട, അത് ബീഫ് വെച്ചിട്ടുള്ള, പിന്നെ ഒരു കൊത്തു പൊറോട്ട, അത് ചിക്കൻ വെച്ചിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഇതാണ്ട് കൊത്തു പൊറോട്ട. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ, ഞാനും ചേച്ചി മാത്രം വലിയ ആളായിട്ട് പിന്നെ പിള്ളേരൊക്കെ കൂടിയിട്ട് ഓരോന്നായിട്ടോ ഇതാക്കിയതല്ല, അത് ആളെണ്ണീട്ട് ഇങ്ങനെ വാങ്ങിയിട്ടില്ല. അപ്പോൾ എല്ലാതും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്ത മൊമോസ്, അതാണ് ലാസ്റ്റ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും